ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക കിച്ചടിയാണ്. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മളൊരു 1.5 കപ്പ് പാവയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചട്ടി ചൂടാക്കി അതിലേക്ക് ഇത് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ വറുത്തെടുക്കണം. കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വേണം നമ്മൾ വറക്കാനായിട്ട്. നമ്മുടെ പാവയ്ക്കൊക്കെ ഇപ്പം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതിയാകും. ഇനി നമുക്കിതിനെ കോരി മാറ്റാം. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ 1/2 കപ്പ് തേങ്ങ എടുത്തു. രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിന് വെള്ളം ചേർത്ത് നല്ലപോലെ മഷി പോലെ അരച്ചെടുക്കണം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരണം. ഇപ്പം നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ച കൂട്ട് ചേർത്ത് കൊടുക്കണം. കപ്പ് തൈര് ഉടച്ചു വച്ചിരിക്കുന്നതാണ് സ്പൂൺ കൊണ്ട്. മിക്സിയിലിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇടണേ. വറുത്ത് മാറ്റി വെച്ച പാവയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്യണം. ഈ ഒരു സമയം പുളിയും ഉപ്പും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, പുളി കുറവാണെങ്കിൽ വീണ്ടും തൈര് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ആവശ്യമായി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കടുക് വറുക്കാം. ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ചൂടോടെ തന്നെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് വെള്ള കളറിൽ തന്നെ കിച്ചടി മതിയെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. അങ്ങനെ വളരെ ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള നമ്മുടെ പാവയ്ക്ക കിച്ചടി റെഡി. അപ്പോൾ എല്ലാവരും എന്തായാലും നമ്മുടെ പാവയ്ക്ക കിച്ചടി ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക്